എങ്ങനെയാണ് നമ്മൾ ജോബ് ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ് അവിടെ പഠിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ജോലിക്ക് കയറിയെടുത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഇനിയിപ്പോൾ എത്ര പഠിച്ചവരാണെന്നുണ്ടെങ്കിലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ചില നേരത്ത് നമ്മൾ സ്റ്റെക്കായി പോകും. അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ സ്കിൽസിൻ്റെ ഒരു കമ്മ്യൂണിറ്റി വരെ ഉണ്ട്. പിന്നെ പോരാത്തിന് നമ്മളെ സാറുമാർ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. ഒരു വർക്കിലേക്ക് നാഫി കടന്നപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് അങ്ങനെ ജോബിനൊന്നും പ്രത്യേകിച്ച് പെയ്ഡ് കാര്യമായിട്ടൊന്നും തോന്നിയില്ല. കാരണം അവിടെ പോയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് അവിടെ നിന്ന് സെറ്റാക്കിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈം ജോബിന് കയറിയത് സ്കിൽസിലെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് വഴിയാണ്. കാരണം എനിക്ക് ഫസ്റ്റ് ടൈം ഇൻ്റർവ്യൂ ചെയ്ത് കിട്ടിയത് പെരുന്തൽമണ്ണായിരുന്നു. പിന്നെ എനിക്ക് അവിടെ അത്ര സെറ്റ് ആയില്ല. പിന്നെ എനിക്കൊരു വേറൊരു വേക്കൻസി ഞങ്ങൾ പ്ലേസ്മെൻറ്റ് ഗ്രൂപ്പിൽ വന്നപ്പോൾ ഞാനത് കയറി അപ്ലൈ ചെയ്തു. 5 പേരുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഇവിടെ മഞ്ചേരി ഇപ്പോൾ മാക്രീസിൽ കിട്ടി. ഞാൻ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്തിട്ട് 2 മാസമായി. ഇവിടെ ഹാപ്പിയാണ്. സ്കിൽസിൽ മെയിനായിട്ട് കോഴ്സിൽ നമ്മൾ പ്രാക്ടിക്കലായിരിക്കും ഉണ്ടാവുക. ഒരു ജോബിലേക്ക് മാക്രീസിൽ കടന്നു വന്നപ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് കാര്യങ്ങളൊക്കെ നേരിട്ടിരുന്നു? ഒരിക്കലും തോന്നിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ജോബ് ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ് അവിടെ പഠിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ജോലിക്ക് കയറിയെടുത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഇനിയിപ്പോൾ എത്ര പഠിച്ചവരാണെന്നുണ്ടെങ്കിലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ചില നേരത്ത് നമ്മൾ സ്റ്റെക്കായി പോകും. അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ സ്കിൽസിൻ്റെ ഒരു കമ്മ്യൂണിറ്റി വരെ ഉണ്ട്. പിന്നെ പോരാത്തിന് നമ്മളെ സാറുമാർ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. അവർക്ക് കിട്ടുന്ന ഫ്രീ ടൈം എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവർ കൂടെ ഉണ്ടാവും.